ഹലോ സ്റ്റുഡൻസ്, നമ്മളിന്ന് ചെയ്യാൻ പോകുന്ന രണ്ടാമത്തെ ചാപ്റ്റർ സർക്കിൾസ് എന്ന് പറയുന്ന ചാപ്റ്ററാണ് ചെയ്യാൻ പോകുന്നത്. സർക്കിൾസ് എന്ന് പറയുന്ന ചാപ്റ്ററാണ് ചെയ്യാൻ പോകുന്നത്. സർക്കിൾസ് അഥവാ വൃത്തങ്ങൾ എന്ന് മലയാളം മീഡിയങ്ങൾ പറയും, ഇംഗ്ലീഷ് മീഡിയങ്ങൾ സർക്കിൾസ്. ആ ചാപ്റ്ററാണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ സർക്കിൾസ് ചെയ്യുമ്പോൾ അതുമായി ബന്ധപ്പെട്ട കുറേ ടേംസുകൾ നമ്മൾ പഠിച്ചിരിക്കണം. എന്താണ് സർക്കിൾ എന്നുള്ളത് ആദ്യം പഠിക്കണം. സർക്കിൾ എന്ന് പറഞ്ഞാൽ ഒരു പോയിന്റിൽ നിന്നും ഒരു പർട്ടിക്കുലർ ഡിസ്റ്റൻസിലുള്ള നിരവധി സെവറൽ പോയിന്റ്സിന്റെ ജോയിനിങ് ആണ് ഇത് സർക്കിൾ. സർക്കിൾ എന്ന് പറഞ്ഞാൽ ഒരു പോയിന്റിൽ നിന്നും ഒരേ സെയിം ഡിസ്റ്റൻസിലുള്ള നിരവധി പോയിന്റ്സിന്റെ ഒരു കോമ്പിനേഷൻ ആണ് ഇത് സർക്കിൾ. സർക്കിൾ ഇസ് എ കോമ്പിനേഷൻ ഓഫ് സെവറൽ പോയിന്റ്സ് ഫ്രം ഇക്വൽ ഡിസ്റ്റൻസ് ഫ്രം ദി സെന്ററിൽ നിന്നും ഒരേ ഡിസ്റ്റൻസിലുള്ള വൃത്തത്തിന്റെ കേന്ദ്രത്തിൽ നിന്നും ഒരേ അകലത്തിലുള്ള നിരവധി ബിന്ദുക്കൾ ചേരുന്ന ഒരു കോമ്പിനേഷൻ അതിനെയാണ് നമ്മൾ പറയുന്നത് വൃത്തങ്ങൾ എന്ന് പേരിട്ട് പറയുന്നത്. ഇനി ആ വൃത്തങ്ങളെ നിങ്ങൾ കൊച്ചു ക്ലാസ്സിൽ പഠിച്ചതാണ്. ഇനി വൃത്തങ്ങളെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ആദ്യം അറിയേണ്ടത് ഈ ഡിസ്റ്റൻസ് ആണ്. സെൻട്രൽ നിന്നും ഇടം വരെയുള്ള ഡിസ്റ്റൻസ് ആണ്. ഡിസ്റ്റൻസിനെ നമ്മൾ റേഡിയസ് അഥവാ ആരം എന്നാണ് പറയുക. റേഡിയസ് അഥവാ ആരം എന്നാണ് പറയുക. റേഡിയസ് അഥവാ ആരം. ആറിനെ റേഡിയസ് അഥവാ ആരം എന്നാ പറയാം. റേഡിയസ് അഥവാ ആരം എന്നാണ് പറയുക. ഏത് ഡിസ്റ്റൻസിനെ? സർക്കിളിലെ സെന്റർ മുതൽ ഇടം വരെയുള്ള ഡിസ്റ്റൻസിനെ, സർക്കിളിലെ ഏതെങ്കിലും ഒരു പോയിന്റ്സ് വരെയുള്ള ഡിസ്റ്റൻസിനെ റേഡിയസ് അഥവാ ആരം എന്നാണ് പറയുക. ഇനി നമ്മള് സർക്കിളിന്റെ കോഡ് എന്ന് പറയുന്ന സാധനം പഠിക്കും. കോഡ് അഥവാ ഞാൻ എന്നുള്ള ഒരു പോയിന്റ് പഠിക്കണം. അതായത് ഒരു സർക്കിൾ നമ്മൾ വരച്ചു കഴിഞ്ഞാൽ ആ സർക്കിളിന്റെ ഏതെങ്കിലും രണ്ട് പോയിന്റ്സുകൾ സർക്കിൾ തന്നെയുള്ള സർക്കിൾ നിരവധി പോയിന്റ്സുകൾ ചേർന്ന് വരച്ചാണെന്നാണ് നമ്മൾ പഠിച്ചിട്ടുള്ളത്. അപ്പൊ സർക്കിൾ തന്നെയുള്ള ഏതെങ്കിലും രണ്ട് പോയിന്റ്സുകൾ തമ്മിൽ ചേർത്ത് വരയ്ക്കുന്ന സ്ട്രെയിറ്റ് ലൈൻ ഡിസ്റ്റൻസിനെ പറയുന്ന പേരാണ് ഏത്? കോഡ്. സ്ട്രെയിറ്റ് ലൈൻ ഡിസ്റ്റൻസ് ആയിരിക്കണം. അല്ലാതെ ഇങ്ങനെ വരച്ചു കഴിഞ്ഞാൽ കോഡാവില്ല, ഇങ്ങനെ വരച്ചു കഴിഞ്ഞാൽ കോഡാവത്തില്ല. പിന്നെ എന്താ ഒരു സ്ട്രെയിറ്റ് ലൈൻ ഡിസ്റ്റൻസ് തന്നെ വരച്ചാലേ നമുക്ക് എന്താ പറയാൻ പറ്റൂ? കോഡ് എന്ന് പറയാൻ പറ്റൂ. അപ്പൊ സർക്കിളിന്റെ ഏതെങ്കിലും രണ്ട് പോയിന്റ്സുകൾ തമ്മിലുള്ള സ്ട്രെയിറ്റ് ലൈൻ ഡിസ്റ്റൻസിനെ പറയുന്ന പേരാണ് കോഡ്. ഇനി ഈ ഒരു സർക്കിളിൽ എത്ര കോഡ് വരയ്ക്കാൻ കഴിയും? ഒരു സർക്കിളിൽ എത്ര കോഡ് അഥവാ എത്ര ഞാൻ വരയ്ക്കാൻ കഴിയും? ഒരുപാട് ഞാൻ വരയ്ക്കാൻ പറ്റും. സെവറൽ ഇൻഫിനിറ്റ് നമ്പർ ഓഫ് കോഡ്സ് ആർ ഡ്രോൺ ഇൻ എ സർക്കിൾ. ഒരു വൃത്തത്തിൽ ഒരുപാട് ഞാനുകൾ വരയ്ക്കാനായിട്ട് സാധിക്കും. നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, നമുക്ക് ഇങ്ങനെ ഒരു സെന്ററിലൂടെ ഇങ്ങനെ ഒരു ഞാൻ വരയ്ക്കാം, സെന്റർ അല്ലാതെ ഞാൻ വരയ്ക്കാം, ഇങ്ങനെ വരയ്ക്കാം, അങ്ങനെ ഒരുപാട് ഞാൻ നമുക്ക് രണ്ട് പോയിന്റ്സുകൾ ചേർത്ത് വരയ്ക്കാൻ പറ്റും. അങ്ങനെ വരച്ചു കഴിഞ്ഞാൽ ചില ഞാനുകൾ മാത്രം, ചില കോഡ്സുകൾ മാത്രം സർക്കിളിന്റെ സെന്ററിലൂടെ പാസ് ചെയ്യുന്നുണ്ട്. ചില കോഡ്സുകൾ മാത്രം എവിടെ പാസ് ചെയ്യുന്നുണ്ട്? സർക്കിളിന്റെ സെന്ററിലൂടെ പാസ് ചെയ്യുന്നുണ്ട്. അങ്ങനെ സർക്കിളിന്റെ സെന്ററിലൂടെ പാസ് ചെയ്യുന്ന കോഡിനെ വിളിക്കുന്ന പേരാണ് ഡയമീറ്റർ. സർക്കിളിന്റെ സെന്ററിലൂടെ പാസ് ചെയ്യുന്ന കോഡിനെ വിളിക്കുന്ന പേരാണ് ഡയമീറ്റർ. അപ്പൊ ഡയമീറ്റർ എന്ന് പറഞ്ഞാൽ എന്തുവാ? ഡയമീറ്റർ ഇസ് ദ largest code passing through the center of the circle. Diameter is the largest code passing through the center of the circle. സർക്കിളിന്റെ കേന്ദ്രത്തിലൂടെ കടന്നു പോകുന്ന, വൃത്തത്തിന്റെ കേന്ദ്രത്തിലൂടെ കടന്നു പോകുന്ന ഏറ്റവും വലിയ ഞാണിനെ വിളിക്കുന്ന പേരാണ് വ്യാസം. ഏറ്റവും വലിയ ഞാണിനെ വിളിക്കുന്ന പേരാണ് വ്യാസം. ഡയമീറ്റർ അഥവാ വ്യാസം. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ പ്രിലിമിനറി ആയിട്ട് അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളാണ്. റേഡിയസ്, കോഡ്, ഡയമീറ്റർ അഥവാ വ്യാസം. ഇനി സെഗ്മെന്റ് ഒക്കെ ഉണ്ട്. അത് നമ്മൾ ചാപ്റ്ററിലേക്ക് ചെല്ലുമ്പോൾ നമ്മൾ പഠിക്കും. ഇപ്പം ആദ്യത്തെ കാര്യങ്ങൾ പഠിക്കാൻ നമ്മൾ ഇത്രയും കാര്യങ്ങൾ ഓർത്താൽ മതി. ഇനി ഒരു ആർക്ക് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു സർക്കിളിനെ നമുക്ക് രണ്ട് പാർട്ടായിട്ട് മുറിച്ചു കഴിഞ്ഞാൽ അതിൽ ഒരു പാർട്ടിനെ മൈനർ ആർക്ക് എന്നും മറ്റേ പാർട്ടിനെ മേജർ ആർക്ക് എന്നും പറയും. ഇതിനെ നമ്മൾ പറയുന്നത് മൈനർ ആർക്ക് എന്നാണ്. മൈനർ ആർക്ക്. ഇത് മേജർ ആർക്ക്. അപ്പൊ അല്ലെങ്കിൽ ഇതിനെ പറയാം, ഇത് ഈ ആർക്കിന്റെ മറുചാപം. ഈ ചാപത്തിന്, ആർക്കിനെ വിളിക്കുന്ന മലയാളം പദം ചാപം എന്നാണ്. ഈ ചാപത്തിന്റെ മറുചാപമാണ് ഈ വലിയ ചാപം. അല്ലെങ്കിൽ ഈ വലിയ ചാപത്തിന്റെ മറുചാപമാണ് ഈ ചെറിയ ചാപം. പറഞ്ഞു മനസ്സിലായില്ലേ? അതായത് ഈ ചെറിയ ആർക്കിന്റെ മേജർ ഓപ്പോസിറ്റ് ആർക്ക്, ഓൾട്ടർനേറ്റീവ് ഓപ്പോസിറ്റ് ആർക്കാണ് ഏത്? ഈ വലിയ ആർക്ക്. ഈ വലിയ ആർക്കിന്റെ ഓപ്പോസിറ്റ് ആർക്കാണ് ഈ ചെറിയ ആർക്ക്. അത് നമ്മൾ ക്ലിയർ ആക്കിയിരിക്കണം.
ചെറിയ ആർക്കിന്റെ ഓപ്പോസിറ്റ് ആർക്ക് വലിയ ആർക്ക്, വലിയ ആർക്കിന്റെ ഓപ്പോസിറ്റ് ആർക്ക് ചെറിയ ആർക്ക്, മേജർ ആർക്കും മൈനർ ആർക്കും, ചെറിയ ചാപവും വലിയ ചാപവും. ഇത്രയും കാര്യങ്ങൾ ആദ്യമായി പഠിച്ചാൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, നമുക്ക് ക്ലിയർ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ ശ്രദ്ധിക്കുക, നമ്മൾ ആദ്യം നമുക്ക് ഈ ചാപ്റ്ററിൽ പഠിക്കാനുള്ളത് ഒരു തിയറമാണ്. ആ തിയറം പഠിക്കുന്നതിന് മുമ്പ് മക്കൾ നോക്കിക്കോളാം. ഒരു സർക്കിൾ വരച്ചു. ഈ സർക്കിളിനകത്ത് ഞാനൊരു ഡയമീറ്റർ വരച്ചു. ഒരു ഡയമീറ്റർ വരച്ചാൽ അതിന്റെ അർത്ഥം എന്താണ്? ആ സർക്കിളിനെ 2 സെമി സർക്കിളായിട്ട് മുറിക്കുന്നതാണ്. എന്നാണ്. ഇനി ഇതിന് ഞാൻ പേരിട്ടു, AB എന്ന് പേരിട്ടു. സെന്ററിനെ O എന്ന് വിളിച്ചു. Oക്ക് മുകളിലേക്ക് എനിക്ക് ഒരുപാട് പോയിന്റ്സുകൾ മാർക്ക് ചെയ്യാൻ പറ്റും. Oക്ക് മുകളിലേക്ക് എനിക്ക് ഇങ്ങനെ ഒരു പോയിന്റ് മാർക്ക് ചെയ്യാൻ പറ്റും. സ്ട്രെയിറ്റ് ആയിട്ട് മുകളിലേക്ക് ഇങ്ങനെ പോയിന്റ് മാർക്ക് ചെയ്യാൻ പറ്റും, 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 ഇങ്ങനെ പോയിന്റ് മാർക്ക്. അങ്ങനെ Oക്ക് മുകളിലേക്ക് സെവറൽ പോയിന്റ്സ് എനിക്ക് മാർക്ക് ചെയ്യാൻ പറ്റും. എന്നിട്ട് ഈ പോയിന്റ്സുകൾ ഞാൻ ജോയിൻ ചെയ്യണം. ഇങ്ങനെ ജോയിൻ ചെയ്തു, 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 ഇങ്ങനെ ജോയിൻ ചെയ്തു. അങ്ങനെ ഒരുപാട് ആംഗിൾസ് നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. അതില് സർക്കിളിൽ ജോയിൻ ചെയ്ത, ഇവിടെ സർക്കിളിൽ ഒരു പോയിന്റ് ജോയിൻ ചെയ്തിട്ടുണ്ട്, സർക്കിൾ വൃത്തത്തിൽ ഒരു പോയിന്റ് ജോയിൻ ചെയ്തിട്ടുണ്ട്. ആ ആംഗിൾ 90 ഡിഗ്രി ആയിരിക്കും. താഴോട്ടുള്ള ആംഗിൾ എല്ലാം 90 ഡിഗ്രിയേക്കാൾ കൂടുതലായിരിക്കും. അപ്പൊ ഇതെല്ലാം എന്തായിരിക്കും? 90 ഡിഗ്രിയേക്കാൾ കൂടുതലായിരിക്കും. ഈ വരച്ചിരിക്കുന്നതെല്ലാം 90 ഡിഗ്രിയേക്കാൾ കൂടുതലായിരിക്കും. മുകളിലേക്കുള്ള ആംഗിൾ എല്ലാം 90 ഡിഗ്രിയേക്കാൾ കുറവായിരിക്കും. നമുക്ക് പറയാവുന്ന കാര്യങ്ങള്, ആംഗിൾ സബ്സ്റ്റൻഡഡ് ഓൺ ദി സെമി സർക്കിൾ. ഒരു സെമി സർക്കിൾ വരയ്ക്കുന്ന ആംഗിൾ എപ്പോഴും എത്ര ഡിഗ്രി ആയിരിക്കും? 90 ഡിഗ്രി ആയിരിക്കും. ഒരു അർദ്ധവൃത്തത്തിലെ കോൺ എപ്പോഴും എത്ര ഡിഗ്രി ആയിരിക്കും? മട്ട കോണായിരിക്കും, 90 ഡിഗ്രി ആയിരിക്കും. അർദ്ധവൃത്തത്തിലെ കോൺ 90 ഡിഗ്രി ആയിരിക്കും. അർദ്ധവൃത്തത്തിന് അല്ലെങ്കിൽ സെമി സർക്കിളിന് പുറത്തുള്ള കോൺ 90 ഡിഗ്രിയേക്കാൾ കുറവായിരിക്കും. സെമി സർക്കിളിന് അകത്തുള്ള കോൺ 90 ഡിഗ്രിയേക്കാൾ കൂടുതലായിരിക്കും. അപ്പൊ സെമി സർക്കിളിന് പുറത്തുള്ള കോൺ 90 ഡിഗ്രിയേക്കാൾ കുറവായിരിക്കും. സെമി സർക്കിളിന് അകത്തുള്ള കോൺ 90 ഡിഗ്രിയേക്കാൾ കൂടുതലായിരിക്കും. സെമി സർക്കിളിൽ വരയ്ക്കുന്ന കോൺ എത്ര ഡിഗ്രി ആയിരിക്കും? 90 ഡിഗ്രി ആയിരിക്കും. അതായത് അർദ്ധവൃത്തത്തിലെ കോൺ 90 ഡിഗ്രി ആയിരിക്കും. അർദ്ധവൃത്തത്തിന് പുറത്തുള്ള കോൺ 90 ഡിഗ്രിയേക്കാൾ കുറവായിരിക്കും. അർദ്ധവൃത്തത്തിന് അകത്തുള്ള കോൺ 90 ഡിഗ്രിയേക്കാൾ കൂടുതലായിരിക്കും. ഈ 3 പോയിന്റ്സുകൾ പഠിക്കുക. ഇതാണ് നമുക്ക് ആദ്യം പഠിക്കേണ്ടത്. എങ്ങനെയാ പറഞ്ഞത്? സെമി സർക്കിൾ വരച്ചിരിക്കുന്ന ആംഗിൾ drawn in a semicircle, angle subtended in a semicircle is always 90 degree. Angle outside the semicircle is always less than 90 degree. Angle inside the semicircle is always greater than 90 degree. ഇങ്ങനെ 3 കാര്യങ്ങൾ നമ്മൾ പഠിച്ചു വെച്ചിരിക്കണം. മലയാളം മീഡിയക്കാർ അർദ്ധവൃത്തത്തിലെ കോൺ 90 ഡിഗ്രിയാണ്. അർദ്ധവൃത്തത്തിന് പുറത്തുള്ള കോൺ 90 ഡിഗ്രിയേക്കാൾ കുറവാണ്. അർദ്ധവൃത്തത്തിന് അകത്തുള്ള കോൺ 90 ഡിഗ്രിയേക്കാൾ കൂടുതലാണ്. അപ്പൊ ഞാനിവിടെ പഠിച്ചതിൽ ഒരു കാര്യം മാത്രം നമ്മൾ എടുക്കുക. സെമി സർക്കിൾ ആംഗിൾ എത്ര ഡിഗ്രിയാണ്? സെമി സർക്കിൾ ആംഗിൾ 90 ഡിഗ്രിയാണ്. സെമി സർക്കിളിലെ ആംഗിൾ എത്ര ഡിഗ്രിയാണ്? 90 ഡിഗ്രിയാണ്. സെമി സർക്കിൾ ആംഗിൾ 90 ഡിഗ്രിയാണ്. ഞാൻ പറഞ്ഞതാണ്, സെമി സർക്കിളിലെ അർദ്ധവൃത്തത്തിലെ കോൺ എത്ര ഡിഗ്രിയാണ്? 90 ഡിഗ്രിയാണ്. ഇത് നമുക്ക് പ്രൂവ് ചെയ്യണം. നമുക്ക് എന്ത് ചെയ്യണം? പ്രൂവ് ചെയ്യണം. നമുക്ക് തെളിയിക്കണം. ഇതിന്റെ പ്രൂവ് ചെയ്യണം. ഇതെങ്ങനെ പ്രൂവ് ചെയ്യാൻ നോക്കൂ. ഇതിന് നമുക്ക് പേരിടാം. ABC എന്ന് പേരിട്ടു. ഇവിടെ O എന്ന് പേരിട്ടു. ഇവിടെ എന്ത് പേരിട്ടു? O എന്ന് പേരിട്ടു. ഇനി നോക്കിയാൽ മക്കളെ, Oയും Cയും കൂടി സാർ ജോയിൻ ചെയ്തു. Oയും Cയും കൂടി സാർ ജോയിൻ ചെയ്തു. നമുക്ക് എന്താ തെളിയിക്കേണ്ടത്? ആംഗിൾ C = 90 ഡിഗ്രി ആണ് തെളിയിക്കുന്നത്. ആംഗിൾ C ആണ് സെമി സർക്കിളിൽ വരച്ചിരിക്കുന്ന ആംഗിൾ. ആംഗിൾ C ആണ് സെമി സർക്കിളിൽ വരച്ചിരിക്കുന്ന ആംഗിൾ. ആ സെമി സർക്കിളിൽ വരച്ചിരിക്കുന്ന ആംഗിൾ എത്ര ഡിഗ്രിയാണ് തെളിയിക്കണം? 90 ഡിഗ്രി ആണെന്ന് പ്രൂവ് ചെയ്യണം. സെമി സർക്കിളിൽ വരച്ചിരിക്കുന്ന ആംഗിൾ 90 ഡിഗ്രി ആണെന്ന് പ്രൂവ് ചെയ്യണം. അതിനു വേണ്ടിയിട്ട് സാർ ഈ ആംഗിളിനെ X എന്ന് വിളിച്ചാൽ ഈ ആംഗിളും X ആയിരിക്കും. എന്തുകൊണ്ടാണ് ഈ 2 ആംഗിൾ X ആവുന്നത്? ഇതിന്റെ റേഡിയസുകൾ ഈക്വൽ ആണ്. അതായത് OA ആരങ്ങൾ OA = OC ആണ്. OA = OAC = OB. അത് 3 ഈക്വൽ ആണ്. OAയും OCയും OBയും ഈക്വൽ ആണ്. ഇവിടെ OAയും OCയും ഈക്വൽ ആയതിനാൽ OAയും OCയും ഈക്വൽ ആയതിനാൽ
ഇത് ഒരു ഐസോസെലസ് ട്രയാങ്കിൾ ആണ്, ഒരു സമപാർശ്വ ത്രികോണമാണ്. എന്ത് ത്രികോണമാണ്? സമപാർശ്വ ത്രികോണമാണ്. OAയും OCയും ഈക്വൽ ആയതിനാൽ ഇതൊരു സമപാർശ്വ ത്രികോണമാണ്. ഇതെന്ത് ത്രികോണമാണ്? ഒരു സമപാർശ്വ ത്രികോണമാണ്. സമപാർശ്വ ത്രികോണത്തിന്റെ അല്ലെങ്കിൽ ഐസോസെലസ് ട്രയാങ്കിളിന്റെ രണ്ട് ആംഗിളുകൾ എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും. അപ്പൊ ഇത് എക്സ് ആണെങ്കിൽ ഇതും എത്രയായിരിക്കും? എക്സ് ആയിരിക്കും. പറഞ്ഞ മനസ്സിലല്ലേ? ഇനി നോക്കിയാൽ മക്കളെ, ഇത് വൈ ആണെങ്കിൽ ഇതും എത്രയായിരിക്കും? വൈ ആയിരിക്കും. ശരിയാണോ? കാരണം ഈ OBC ട്രയാങ്കിളും എന്താണ്? ഐസോസെലസ് ട്രയാങ്കിൾ ആണ്. കാരണം OCയും OBയും എന്താണ്? ഈക്വൽ ആണ്. അപ്പൊ നമുക്ക് പറയാം ഇത് രണ്ടും എക്സ്, ഇത് രണ്ടും വൈ. അപ്പൊ സി എന്ന് പറഞ്ഞ ആംഗിൾ ഇവിടെ എന്താ കിട്ടിയത്? ആംഗിൾ സി ഇസ് ഈക്വൽ ടു എക്സ് പ്ലസ് വൈ എന്ന് കിട്ടി. അതിന്റെ വാല്യൂ എത്രയാണെന്ന് പ്രൂവ് ചെയ്യണം? 90 ഡിഗ്രി ആണെന്ന് പ്രൂവ് ചെയ്യണം. വി ഹാവ് ടു പ്രൂവ് നമുക്ക് തെളിയിക്കണം ഏതാണ്? നമുക്ക് തെളിയിക്കണം ഏതാണ്? ആംഗിൾ സി ഇസ് ഈക്വൽ ടു എത്ര ഡിഗ്രി? 90 ഡിഗ്രി ആണെന്ന് നമുക്ക് എന്ത് ചെയ്യണം? പ്രൂവ് ചെയ്യണം. നോക്കിയാൽ മക്കളെ, അടുത്തത് കൺസിഡർ ട്രയാങ്കിൾ ABC. കൺസിഡർ ട്രയാങ്കിൾ ABC. മലയാളം മീഡിയം പറഞ്ഞാൽ ത്രികോണം ABC പരിഗണിക്കുക. എഴുതാൻ പറ്റുന്നില്ല. ത്രികോണം ABC എന്ത് ചെയ്യുക? പരിഗണിക്കുക. അങ്ങനെ പരിഗണിച്ചു കഴിഞ്ഞാൽ, ത്രികോണം ABC പരിഗണിച്ചാൽ നമുക്ക് എഴുതാൻ പറ്റും ആംഗിൾ A പ്ലസ് ആംഗിൾ B പ്ലസ് ആംഗിൾ C ഇസ് ഈക്വൽ ടു 180 ഡിഗ്രി. ആംഗിൾ എയും ആംഗിൾ ബിയും ആംഗിൾ സിയും കൂടെ കൂട്ടിയാൽ എത്ര ഡിഗ്രി ആയിരിക്കും? 180 ഡിഗ്രി ആയിരിക്കും. ആംഗിൾ എന്റെ വില എത്ര? ആംഗിൾ എന്റെ വില നമ്മുടെ ബോർഡിലുണ്ട്. എത്രയാണ്? എക്സ് ആണ്. എക്സ് പ്ലസ് ആംഗിൾ ബിന്റെ വില എത്ര? ആംഗിൾ ബിന്റെ വില ഇവിടെ ഉണ്ട്, വൈ ആണ്. ആംഗിൾ സിന്റെ വില എത്ര? ആംഗിൾ സിന്റെ വില ഇവിടെ ഉണ്ട്, എക്സ് പ്ലസ് വൈ ആണ്. ആംഗിൾ സിന്റെ വില എക്സും വൈയും കൂടെ ചേരുന്നതാണ്, എക്സ് പ്ലസ് വൈ ആണ്. ഈസ് ഈക്വൽ ടു എത്ര? 180 ഡിഗ്രി. ഇനി നോക്കിയാൽ മക്കളെ, എക്സും എക്സും എത്ര? 2x പ്ലസ് വൈയും എത്ര? 2y ഈസ് ഈക്വൽ ടു 180 ഡിഗ്രി. ശരിയാണോ? അടുത്ത നോക്കിയാൽ മക്കളെ, രണ്ടിടത്തും എന്തുണ്ട്? 2 കോമൺ ആയിട്ടുണ്ട്, 2 പൊതുവായിട്ടുണ്ട്. അപ്പൊ ആ 2 നമ്മൾ കോമൺ ആയിട്ട് എടുത്തു കഴിഞ്ഞാൽ 2 ഇൻറ്റു എക്സ് പ്ലസ് വൈ ഈസ് ഈക്വൽ ടു എത്ര? 180 ഡിഗ്രി. ശരിയാണോ? ഇനി ആ 2നെ നമുക്ക് ഇവിടുന്ന് അപ്പുറത്തേക്ക് കൊണ്ടുപോകാം. 2 ഇൻറ്റു എക്സ് പ്ലസ് വൈ ആണ് 180. 2നെ അപ്പുറത്തേക്ക് കൊണ്ടുപോയി കഴിഞ്ഞാൽ എക്സ് പ്ലസ് വൈ ഈസ് ഈക്വൽ ടു എത്ര കിട്ടി? 180 എന്ന് കിട്ടി. ശരിയാണോ? 180 ഡിവൈഡ് ബൈ 2 എന്ന് കിട്ടി. 2 ഇവിടെ ഉണ്ടായിരുന്നു, 2 അപ്പുറത്തേക്ക് എന്തായി? ഡിവൈഡ് ആയി. നോക്കിയേ, 180 2 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ എത്ര ഡിഗ്രി? 90 ഡിഗ്രി. നമുക്ക് എന്താണ് തെളിയിക്കാനുള്ളത്? എക്സ് പ്ലസ് വൈ 90 ഡിഗ്രി ആണെന്ന് തെളിയിക്കണം. അപ്പൊ നമ്മൾ തെളിയിച്ചു കഴിഞ്ഞു. എക്സ് പ്ലസ് വൈ എത്രയാണ്? 90 ഡിഗ്രി ആണ്. Therefore ആംഗിൾ സി ഇസ് ഈക്വൽ ടു എത്ര ഡിഗ്രി? 90 ഡിഗ്രി. ആംഗിൾ സി എത്ര ഡിഗ്രി കിട്ടി? 90 ഡിഗ്രി കിട്ടി. അപ്പോൾ നമുക്ക് പറയാം ആംഗിൾ സബ്സ്റ്റൻഡഡ് ഓൺ എ സെമി സർക്കിൾ. ആംഗിൾ സബ്സ്റ്റൻഡ് എന്ന് പറഞ്ഞാൽ അതിലൊരു പോയിന്റുമായി ബന്ധപ്പെടുത്തി വരയ്ക്കുന്നതിനെയാണ് എന്ത് പറയുന്നത്? ചില സ്കൂളുകളിൽ ഇങ്ങനെ പറയും, അതായത് ഡയമീറ്ററിന്റെ രണ്ട് അഗ്രങ്ങളും ഡയമീറ്ററിന്റെ രണ്ട് എൻഡ് പോയിന്റും സർക്കിളിലെ ഒരു പോയിന്റും കൂടി ചേർത്ത് വരയ്ക്കുന്ന ആംഗിൾ 90 ഡിഗ്രിയാണ്. അങ്ങനെ പറഞ്ഞാൽ മതി. ഡയമീറ്ററിന്റെ അഥവാ വ്യാസത്തിന്റെ രണ്ട് അഗ്രങ്ങൾ, രണ്ട് എൻഡ് പോയിന്റുകളും സർക്കിളിലെ ഒരു പോയിന്റും ചേർത്ത് വരയ്ക്കുന്ന ആംഗിൾ 90 ഡിഗ്രിയാണ്. കുറച്ചും കൂടി സ്റ്റാൻഡേർഡ് ആയിട്ട് പറയുമ്പോഴാണ് ആംഗിൾ സബ്സ്റ്റൻഡഡ് ഓൺ എ സെമി സർക്കിൾ ഈസ് ഓൾവേസ് 90 ഡിഗ്രി. അർത്ഥവൃത്തത്തിലെ കോണുകൾ എപ്പോഴും എത്ര ഡിഗ്രി ആയിരിക്കും? 90 ഡിഗ്രി ആയിരിക്കും. അത് തെളിയിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്ത എത്രയേ ഉള്ളൂ. ആദ്യം ഒരു തവണയും കൂടി വേണമെങ്കിൽ പറയാം. ശ്രദ്ധിച്ചിരിക്കുക. അതായത് നമ്മൾ ആദ്യമേ നമുക്ക് തെളിയിക്കാനുള്ളത് ആംഗിൾ സബ്സ്റ്റൻഡഡ് ഓൺ എ സെമി സർക്കിൾ ഈസ് റൈറ്റ് ആംഗിൾ. എന്ത് ആംഗിളാണ്? റൈറ്റ് ആംഗിൾ ആണെന്ന് തെളിയിക്കണം. അർത്ഥവൃത്തത്തിലെ കോൺ എത്ര ഡിഗ്രി ആണെന്ന് തെളിയിക്കണം? 90 ഡിഗ്രി ആണെന്ന് തെളിയിക്കണം. അതിന് വേണ്ടിയിട്ട് നമ്മൾ ആദ്യം ചെയ്തത് ഒരു സെമി സർക്കിൾ വരച്ചു. അതിന് നമുക്ക് പേരിട്ടു, AB എന്ന് പേരിട്ടു. അതിന്റെ എഡ്ജിന് സെന്ററിന് O എന്നും പേരിട്ടു. ഇവിടെ ഏതെങ്കിലും ഒരു പോയിന്റ് മാർക്ക് ചെയ്തു. എന്നിട്ട് ഈ സെമി സർക്കിളിന്റെ രണ്ട് അഗ്രങ്ങളും ആ പോയിന്റുമായി ജോയിൻ ചെയ്തു. എന്നിട്ട് ആ പോയിന്റിനെ നമ്മൾ C എന്ന് വിളിച്ചാൽ ആ സിയും Oയും കൂടി നമുക്ക് ജോയിൻ ചെയ്യാം. ഇപ്പൊ നമുക്ക് രണ്ട് ട്രയാങ്കിൾ കിട്ടി. ലെഫ്റ്റ് സൈഡിൽ ഒരു ട്രയാങ്കിൾ, റൈറ്റ് സൈഡിൽ ഒരു ട്രയാങ്കിൾ. ഇടതുവശത്തെ ട്രയാങ്കിളും വലതുവശത്തെ ട്രയാങ്കിളും. ഇടതുവശത്തെ ത്രികോണവും വലതുവശത്തെ ത്രികോണവും സമപാർശ്വ ത്രികോണങ്ങളാണ്. സമപാർശ്വ ത്രികോണങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഐസോസെലസ് ട്രയാങ്കിൾ, രണ്ട് വശങ്ങൾ തുല്യമായ ത്രികോണങ്ങളാണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് എഴുതാം OA = OB = OC
ഇസിക്കൽ ടു OC. എന്തുകൊണ്ടാണ് എഴുതാൻ കഴിയുന്നത്? അത് റേഡിയസുകളാണ്. അതെല്ലാം എന്താണ്? റേഡിയസുകളാണ്, ആരങ്ങളാണ്. ആ ഒരു വൃത്തത്തിന്റെ ആരങ്ങൾ എപ്പോഴും തുല്യമായിരിക്കും. അപ്പൊ ഈ ലൈനും ഈ ലൈനും ഈ ലൈനും എന്താണ്? ഈക്വൽ ആണ്. ഇനി നമുക്ക് ഇത് രണ്ടും ഈക്വൽ ആയാൽ, ഈ രണ്ട് ലൈൻസ് ഈക്വൽ ആയാൽ, ഈ രണ്ട് ആംഗിൾ ഈക്വൽ ആയിരിക്കും. അപ്പൊ ഇത് എക്സ് ആണെങ്കിൽ ഇത് എത്ര ആയിരിക്കും? എക്സ് ആയിരിക്കും. ഇത് വൈ ആണെങ്കിൽ ഇത് എത്ര ആയിരിക്കും? വൈ ആയിരിക്കും. ഇത്രയും കാര്യങ്ങൾ ഓർത്ത് കഴിഞ്ഞാൽ സിമ്പിൾ ആണ്. ബാക്കി നോക്കിയാൽ മക്കളെ, ഇൻ കൺസിഡർ ട്രയാങ്കിൾ ABC കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ പറഞ്ഞേ എക്ക് പകരം ആംഗിൾ A പ്ലസ് ആംഗിൾ B പ്ലസ് ആംഗിൾ C, ഏതൊരു ട്രയാങ്കിളിന്റെ 3 ആംഗിൾ കൂട്ടുമ്പോൾ എത്ര ഡിഗ്രി ആയിരിക്കും? 180 ഡിഗ്രി ആയിരിക്കും. എയുടെ വില എത്ര? എക്സ് പ്ലസ് ബിയുടെ വില എത്ര? ബിയുടെ വില y, സിയുടെ വില എത്ര? എക്സ് പ്ലസ് വൈ ഈസ് ഈക്വൽ ടു എത്ര ഡിഗ്രി? 180 ഡിഗ്രി. ശരിയാണോ? ഇനി എക്സ് പ്ലസ് എക്സ് 2x ആണോ? y പ്ലസ് വൈ എത്ര മക്കളെ? 2y ഈസ് ഈക്വൽ ടു എത്ര? 180. ശരിയാണോ? രണ്ടിടത്തും 2 ഉണ്ട്. 2 കോമൺ എടുത്തു കഴിഞ്ഞാൽ 2 ഇൻറ്റു എക്സ് പ്ലസ് വൈ ഈസ് ഈക്വൽ ടു എത്ര? 180 ആണോ? അടുത്ത 2 അങ്ങ് അപ്പുറത്ത് പോയി കഴിഞ്ഞാൽ എക്സ് പ്ലസ് വൈ ഈസ് ഈക്വൽ ടു 180 ഡിവൈഡ് ബൈ 2 ഈസ് ഈക്വൽ ടു എത്ര ഡിഗ്രി? 90 ഡിഗ്രി. അപ്പൊ എക്സ് പ്ലസ് വൈ എത്ര കിട്ടി? 90 ഡിഗ്രി. എക്സ് പ്ലസ് എന്ന് പറഞ്ഞാൽ ഏത് ആംഗിളാ? Therefore angle C is equal to 90 degree. Hence it is proved. ഇത് എന്തിരിക്കുന്നു? hence it is proved. ഇത് പ്രൂവ് ചെയ്തിരിക്കുന്നു, തെളിയിക്കപ്പെട്ടിരിക്കുന്നു. ഇങ്ങനെയാണ് ആ ഫസ്റ്റ് ലോ പ്രൂവ് ചെയ്യുന്നത്. എല്ലാവർക്കും മനസ്സിലായി കാണും തോന്നുന്നു. 2 തവണ പറഞ്ഞതാണ്. വളരെ എളുപ്പമുള്ള കാര്യമാണ്. വീഡിയോ 1-2 തവണ കണ്ട് അത് എന്ത് ചെയ്യുക? കൃത്യമായി മനസ്സിലാക്കുക. ഇനി രണ്ടാമത്തെ ഒരു ലോയിലേക്ക് പോകണം. ഇപ്പൊ ഒന്നാമത്തെ ലോ കഴിഞ്ഞു. രണ്ടാമത്തിനകത്ത് 10 ലോ നമുക്ക് പഠിക്കാനുണ്ട്. എന്നിട്ട് അതിന്റെ പ്രോബ്ലം ചെയ്യാൻ പറ്റുള്ളൂ. ഇപ്പൊ രണ്ടാമത്തെ ലോയിലേക്ക് നമുക്ക് പോവാണ്. രണ്ടാമത്തെ ലോ എന്താണെന്ന് നോക്കാം. ഇത് ആദ്യത്തെ ലോ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. എഴുതിയെടുക്കാനുള്ളവരൊക്കെ വീഡിയോ നോക്കിയിട്ട് എഴുതിയെടുക്കുക. ഇനി രണ്ടാമത്തെ ലോയിലേക്ക് പോവാണ്. രണ്ടാമത്തെ ലോ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഒരു സർക്കിൾ വരച്ചു. അതിനകത്ത് ഒരു ആർക്ക് കെട്ടിയിരുന്നു. അപ്പൊ ഇവിടെ ആദ്യം സാർ ക്ലാസ്സിൽ പറഞ്ഞാണെങ്കിൽ ഇതൊരു മൈനർ ആർക്കും ഉണ്ട്, ഒരു മേജർ ആർക്കും ഉണ്ട്, ഒരു ചെറിയ ചാപവും ഉണ്ട്, ഒരു വലിയ ചാപവും ഉണ്ട്. ഇതിന്റെ സെന്റർ വരച്ചു. സെന്ററും ഇതും കൂടെ ഞാൻ ജോയിൻ ചെയ്തു. അതിന് AB എന്ന് പേരിട്ടു. അപ്പം ഇവിടെ ഒരു ആംഗിൾ കിട്ടി, ആംഗിൾ AOB. ആ AOB എന്ന് പറഞ്ഞ ആംഗിൾ AB എന്ന് പറയുന്ന ആർക്കിന്റെ സെൻട്രൽ ആംഗിൾ ആണ്. ആ AOB എന്ന് പറഞ്ഞ കോൺ AB എന്ന് പറഞ്ഞ ചാപത്തിന്റെ കേന്ദ്ര കോണാണ്. AOB എന്ന് പറയുന്ന കോൺ AB എന്ന് പറഞ്ഞ കോണിൻ ചാപത്തിന്റെ എന്താണ്? കേന്ദ്ര കോണാണ്. AOB എന്ന് പറഞ്ഞ ആംഗിള് AB എന്ന് പറഞ്ഞ ആർക്കിന്റെ സെൻട്രൽ ആംഗിൾ ആണ്. ഇനി അതിന്റെ മറുചാപത്തിൽ ഒരു ആർക്ക് വരയ്ക്കാം. അതിന്റെ ഓപ്പോസിറ്റ് ആർക്കിൽ എനിക്ക് എന്ത് വരയ്ക്കാം? ഒരു ആംഗിൾ വരയ്ക്കാം. ഇങ്ങനെ ഒരു ആംഗിൾ വരയ്ക്കാം. അത് ഇങ്ങനെ മാത്രമല്ല, ഇങ്ങോട്ട് വരയ്ക്കാം, ഇങ്ങോട്ടും വരയ്ക്കാം, ഇങ്ങോട്ടും വരയ്ക്കാം, എങ്ങനെയാണോ വരയ്ക്കാം. അപ്പൊ ഒരു ആർക്ക് ഇതിന്റെ മറുചാപത്തിൽ വരച്ചാൽ ഈ ആർക്കും ഈ ആംഗിളും തമ്മിൽ ഒരു ബന്ധമുണ്ട്. ഈ ആംഗിളിന്റെ ഡബിൾ ആയിരിക്കും ഈ ആംഗിൾ. ഈ ആംഗിളിന്റെ എന്തായിരിക്കും? ഡബിൾ ആയിരിക്കും ഈ ആംഗിൾ. അതായത് ഇതിന്റെ പേര് C എന്ന് ഇട്ട് കഴിഞ്ഞാൽ ആംഗിൾ O is equal to 2 into ആംഗിൾ C ആയിരിക്കും. ആംഗിൾ O is equal to 2 into ആംഗിൾ C ആയിരിക്കും. അതായത് കേന്ദ്രകോണം എന്ന് പറഞ്ഞാൽ മറുചാപത്തിലെ കോണിന്റെ ഇരട്ടിയായിരിക്കും. കേന്ദ്രകോണം എന്ന് പറഞ്ഞാൽ മറുചാപത്തിലെ കോണിന്റെ ഇരട്ടിയായിരിക്കും. അതാണ് കാര്യം. കേന്ദ്രകോണം എന്ന് പറഞ്ഞാൽ മറുചാപത്തിലെ കോണിന്റെ ഇരട്ടിയായിരിക്കും. സെൻട്രൽ ആംഗിൾ ഓഫ് ആൻ ആർക്ക് ഈസ് ഡബിൾ ദാൻ ആംഗിൾ ഇൻ ദ ഓപ്പോസിറ്റ് ആണ്. ഇങ്ങനെ പറയുന്നത് സെൻട്രൽ ആംഗിൾ ഓഫ് ആൻ ആർക്ക് ഈസ് ഡബിൾ ദാൻ ആംഗിൾ ഇൻ ദ ഓപ്പോസിറ്റ് ആർക്ക്. സെൻട്രൽ ആംഗിളിന്റെ ഓപ്പോസിറ്റ് ആർക്കിലെ ആംഗിളിന്റെ എന്തായിരിക്കും? ഡബിൾ ആയിരിക്കും. ഇതെങ്ങനെ പ്രൂവ് ചെയ്യും? ഇത് നമുക്ക് എന്ത് ചെയ്യണം? പ്രൂവ് ചെയ്യണം. അതിന് വേണ്ടിയിട്ട് സാറ് എന്ത് ചെയ്യുന്നു? ഓയും സിയും കൂടി ജോയിൻ ചെയ്യുന്നു. ഓയും സിയും കൂടി ജോയിൻ ചെയ്യുന്നു. ഇനി സാറിന് എഴുതാൻ പറ്റും OA is equal to OB is equal to OC. OAയും OBയും OCയും എന്താണ്? ഈക്വൽ ആണ്. OA is equal to OB is equal to OC. എന്താണ് അതിന്റെ കാര്യം? അത് മൂന്നും എന്താണ്? റേഡിയസ് ആണ്. ബ്രാക്കറ്റിൽ എഴുതുക റേഡിയസ് ഓഫ് സെയിം സർക്കിൾ. മലയാളം പഠിക്കാര് ഒരേ വൃത്തത്തിലെ ആരങ്ങൾ, റേഡിയസ് ഓഫ് സെയിം സർക്കിൾ, ഒരേ വൃത്തത്തിലെ ആരങ്ങൾ എന്നാണ്
അതിന്റെ ഒ എ ഇസിക്കൽ ടു ഒ ബി ഇസിക്കൽ ടു ഒ സി എന്ന് പറഞ്ഞാൽ അതിന്റെ മീനിങ് ഒരേ സർക്കിളിലെ റേഡിയസുകളാണ്. ഏതൊക്കെയാണ്? ഒ എയും ഒ ബിയും ഒ സിയും. എന്ന് നോക്കിയാൽ മക്കളെ, ഇവിടെ സാറ് എക്സ് എന്ന് വിളിച്ചു. അങ്ങനെയാണെങ്കിൽ ഇവിടെയും എന്തായിരിക്കും? എക്സ് ആയിരിക്കും. കാരണം ഇത് എന്ത് ട്രയാങ്കിൾ ആണ്? ആരെങ്കിൽ രണ്ട് ഈക്വൽ ആയതിനാൽ അത് എന്ത് ട്രയാങ്കിൾ ആണ്? ഐസോസെലസ് ട്രയാങ്കിൾ ആണ്, സമപാർശ്വ ത്രികോണങ്ങളാണ്. അപ്പൊ ഇവിടെ എക്സ് എന്ന് വിളിച്ചാൽ ഇവിടെ എക്സ് എന്ന് വിളിക്കും. ഇവിടെ വൈ എന്ന് വിളിച്ചാൽ ഇവിടെയും വൈ എന്ന് വിളിക്കും. ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇതിന്റെ റൈറ്റ് സൈഡിൽ ഒരു ട്രയാങ്കിൾ ഉണ്ട്. റൈറ്റ് സൈഡിലെ ഈ കുഞ്ഞൻ ട്രയാങ്കിളിന്റെ പേര് സാർ വായിക്കാം, ബി ഒ സി. ട്രയാങ്കിളിന്റെ പേര് ബി ഒ സി. ഒന്നുകൂടെ പറഞ്ഞേ, ബി ഒ സി. ആ ട്രയാങ്കിളിന്റെ രണ്ട് ആംഗിളുകൾ, ഒരെണ്ണം എക്സ് ആണ്, മറ്റേത് എക്സ് ആണ്. ഒരെണ്ണം എക്സ് ആണ്, മറ്റേത് എന്താണ്? എക്സ് ആണ്. അങ്ങനെയാണെങ്കിൽ അതിന്റെ സെൻട്രൽ ആംഗിൾ എങ്ങനെ വരയ്ക്കാൻ പറ്റും? അതിന്റെ കേന്ദ്രകോൺ, ഈ മൂന്ന് ആംഗിൾ ഉണ്ട്, അതിൽ ഒരെണ്ണം എക്സ്, മറ്റേത് എക്സ്. മറ്റേത് എങ്ങനെ വരയ്ക്കാൻ പറ്റും? എങ്ങനെ വരയ്ക്കാൻ പറ്റും? ഇത് രണ്ടും കൂടെ കൂട്ടിയിട്ട് 180 കുറച്ചാൽ മതി. അതെന്തിനാ സാർ അങ്ങനെ പറഞ്ഞത്? മൂന്ന് കോണുകൾ കൂട്ടുമ്പോൾ എത്രയാണെന്ന് പറഞ്ഞത്? 180 ആണ്. അപ്പം രണ്ട് കോണുകൾ എക്സ് ആണെങ്കിൽ മൂന്നാമത്തെ കോൺ കണ്ടുപിടിക്കാൻ ഇത് രണ്ടും കൂടെ കൂട്ടിയിട്ട് 180 കുറച്ചാൽ മതി. അപ്പം 180 മൈനസ് എക്സ് പ്ലസ് എക്സ് എത്ര? 2x. അപ്പം മൂന്നാമത്തെ കോൺ നമുക്ക് കിട്ടിയത് 180 മൈനസ് എക്സ് പ്ലസ് എക്സ് 2x എന്ന് കിട്ടി. മക്കളാണെങ്കിൽ ഇടതുവശം ശ്രദ്ധിച്ചേ, ഇടതുവശത്തെ ശ്രദ്ധിച്ചേ. ഇവിടുത്തെ y ആണ്, ഇവിടുത്തെ y ആണ്. വൈയും വൈയും കൂടെ കൂട്ടിയാൽ 2y. മൂന്ന് കോണും കൂടെ കൂട്ടിയാൽ എത്ര ഡിഗ്രി ആയിരിക്കും? 3 കോണുകൂടെ കൂട്ടിയാൽ, അതായത് എ ഒ സി എന്ന് പറയുന്ന ട്രയാങ്കിളിലെ 3 കോൺ കൂട്ടിയാൽ, ഏത് ട്രയാങ്കിളിലെ 3 കോൺ കൂട്ടിയാലും എത്ര ഡിഗ്രിയാ? 3 ആംഗിൾ കൂട്ടിയാലും എത്ര ഡിഗ്രിയാ? 180 ഡിഗ്രി. അപ്പൊ എന്ത് ചെയ്യാ? അപ്പൊ ഈ ആംഗിൾ എത്ര ഡിഗ്രി ആയിരിക്കും? 180 മൈനസ് 2y ആയിരിക്കും. ഈ ആംഗിൾ 180 മൈനസ് 2y ആയിരിക്കും. അതായത് ഈ ആംഗിൾ 180 മൈനസ് 2y, ഈ ആംഗിൾ 180 മൈനസ് 2x. ഈ ആംഗിള് നമുക്ക് അറിയത്തില്ല. ഈ ആംഗിൾ നമുക്ക് അറിയത്തില്ല. ഈ ആംഗിൾ കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ നമ്മൾ രക്ഷപ്പെട്ടു. അതാണ് നമ്മുടെ നിയമം. നോക്കിയത് എങ്ങനെ കിട്ടി? 180 മൈനസ് 2x. ഇത് എക്സ്, ഇത് എക്സ്. എക്സും കൂട്ടുമ്പോൾ 2x. 3 കൂടെ കൂട്ടുമ്പോൾ 180. 180 മൈനസ് 2x. ഓക്കെ. ഇത് y, ഇത് y. വൈയും കൂട്ടുമ്പോൾ 2y. 180 2y പോയാൽ 180 മൈനസ് 2y. ഇനി നിങ്ങൾ നോക്കിയേ, ഒരു വൃത്തത്തിന്റെ മൊത്തം ആംഗിൾ എത്ര? ഒരു വൃത്തത്തിന്റെ മൊത്തം ആംഗിൾ 360. അതായത് 180 മൈനസ് 2x പ്ലസ് 180 മൈനസ് 2y പ്ലസ് ആംഗിൾ O ഈസ് ഈക്വൽ ടു 360. ശരിയാണോ? നോക്കിയാ മക്കളെ, 180 കൂട്ടുമ്പോ എത്ര? 180 കൂട്ടുമ്പോ 360 മൈനസ് 2x മൈനസ് 2y ഈസ് ഈക്വൽ ടു 360. ശരിയാണോ? ലെഫ്റ്റ് സൈഡിൽ ഒരു 360 ഉണ്ട്, റൈറ്റ് സൈഡിൽ ഒരു 360 ഉണ്ട്. രണ്ട് 360 ക്യാൻസൽ ചെയ്യാം. ഇനി എന്ത് ചെയ്യാ? പ്ലസ് ആംഗിൾ O ഉണ്ടാക്കി എഴുതാൻ മറന്നുപോയി. അപ്പൊ എന്ത് കിട്ടി? ആംഗിൾ O ഇസ് ഈക്വൽ ടു മൈനസ് 2x അപ്പുറത്ത് കൊണ്ടുപോകുമ്പോൾ എന്താവും? പ്ലസ് 2x ആവും. മൈനസ് 2y അപ്പുറത്ത് കൊണ്ടുപോകുമ്പോൾ എന്താവും? പ്ലസ് 2y ആവും. പറഞ്ഞു മനസ്സിലായോ? മൈനസ് 2x അപ്പുറത്ത് കൊണ്ടുപോകുമ്പോൾ പ്ലസ് 2x, മൈനസ് 2y അപ്പുറത്ത് കൊണ്ടുപോകുമ്പോൾ പ്ലസ് 2y ആവും. പറഞ്ഞു മനസ്സിലായോ? ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണ്? രണ്ടിടത്തു നിന്നും 2 കോമൺ എടുക്കുക. ആംഗിൾ O is equal to 2 into x plus y. ശരിയാണോ മക്കളെ? ആംഗിൾ O is equal to 2 into x plus y എന്ന് പറയുന്നത് എന്തോ? ആംഗിൾ C ആണ്. ശരിയാണോ? ഇപ്പൊ നമുക്ക് ആൻസർ കിട്ടി. ആംഗിൾ O is equal to 2 into ആംഗിൾ C. ഇതല്ലേ നമുക്ക് ഇവിടെ തെളിയിക്കാനുണ്ടായിരുന്നത്? ശരിയാണോ? അപ്പൊ നമ്മൾ തെളിയിച്ചു. എന്താണ്? ആംഗിൾ O is equal to 2 into ആംഗിൾ C. ഒരു തവണയും കൂടി പറയാം. ഒറ്റ തവണയും കൂടി പറയാം. ശ്രദ്ധിച്ചിരിക്കുക. നമുക്ക് തെളിയിക്കേണ്ടത് സെൻട്രൽ ആംഗിൾ ഈസ് ഡബിൾ ദാൻ ആംഗിൾ ഇൻ ദ ഓപ്പോസിറ്റ് ആർക്ക്. സെൻട്രൽ ആംഗിൾ ഈസ് ഡബിൾ ദാൻ ആംഗിൾ ഇൻ ദ ഓപ്പോസിറ്റ് ആർക്ക്. അതായത് എന്ത് ചെയ്യാ? ഒരു സെൻട്രൽ ആംഗിൾ, ഒരു വൃത്തം വരച്ചു, അതിന്റെ സെൻട്രൽ ആംഗിൾ വരച്ചു. ആ സെൻട്രൽ ആംഗിൾ, എന്നിട്ട് വീണ്ടും ഒരു ആംഗിൾ വരച്ചു, ഓപ്പോസിറ്റ് ആർക്കിൽ ആംഗിൾ വരച്ചു. ഇതിന് O എന്ന് പേരിട്ടു, ഇതിന് AB എന്ന് പേരിട്ടു, ഇതിന് C എന്ന് പേരിട്ടു. നമുക്ക് തെളിയിക്കാനുള്ളത് സെൻട്രൽ ആംഗിൾ ഓപ്പോസിറ്റ് ആർക്കിന്റെ ഡബിൾ ആണെന്ന് തെളിയിക്കണം. അതായത് ആംഗിൾ O is equal to 2 into ആംഗിൾ C ആണെന്ന് തെളിയിക്കണം. സിമ്പിൾ ആയിട്ട് തെളിയിക്കാം.
ഒയും സിയും കൂടെ ജോയിൻ ചെയ്യുക. നമുക്ക് എഴുതുക OA = OB = OC എന്ന് എഴുതുക. അതിന്റെ കാരണം എന്താണ്? റേഡിയസ് ആണ്, അല്ലെങ്കിൽ ആരങ്ങളാണ്. അത് നമുക്ക് എഴുതുക, അത് സൈഡിൽ എഴുതി വെക്കുക. അങ്ങനെയാണെങ്കിൽ ഇത് മൂന്നും എന്താണ്? ഈക്വൽ ആണ്. അപ്പൊ ഈ ലെഫ്റ്റ് സൈഡിലെ ട്രയാങ്കിളും റൈറ്റ് സൈഡിലെ ട്രയാങ്കിളും എന്ത് ട്രയാങ്കിൾ ആണ്? ഐസോസെലസ് ട്രയാങ്കിൾ ആണ്, സമപാർശ്വ ത്രികോണങ്ങളാണ്. അതുകൊണ്ട് ഇതിന് ഈ ആംഗിൾ എക്സ് ആണെങ്കിൽ ഈ ആംഗിൾ എത്രയായിരിക്കും? എക്സ് ആയിരിക്കും. ഈ ആംഗിൾ വൈ ആണെങ്കിൽ ഈ ആംഗിൾ എത്രയായിരിക്കും? വൈ ആയിരിക്കും. തിരിച്ചെടുത്താൽ കുഴപ്പമില്ല. ഇനി ഇത് എക്സും ഇത് എക്സും ആണെങ്കിൽ നടുക്കലത്തെ ഈ ആംഗിൾ 180 - 2x ആണ്. 180 - 2x. ഇത് വൈയും ഇത് വൈയും ആണെങ്കിൽ നടുക്കലത്തെ ആംഗിൾ 180 - 2y. ഇനി നമുക്കറിയാം ഈ മൂന്ന് ആംഗിളൂടെ കൂട്ടിയാൽ, അതായത് സർക്കിൾ മൊത്തത്തിൽ കൂട്ടിയാൽ എത്ര ഡിഗ്രി ആയിരിക്കും? 360 ഡിഗ്രി. അപ്പൊ നമുക്കത് മൂന്നും കൂടെ കൂട്ടാം. ഏതൊക്കെയാണ്? ഈ ആംഗിൾ O ആണ്. ഈ ആംഗിൾ O എന്ന് പറയാം. അപ്പൊ ആംഗിൾ O പ്ലസ് 180 - 2x പ്ലസ് 180 - 2y = 360. നല്ല കുഞ്ഞുങ്ങൾ ശ്രദ്ധിച്ചേ. ആംഗിൾ O പ്ലസ് 180 പ്ലസ് 180 360 മൈനസ് 2x മൈനസ് 2y = 360. 360 360 ക്യാൻസൽ ആയി. ആംഗിൾ O = മൈനസ് 2x അപ്പുറത്ത് പോകുമ്പോൾ പ്ലസ് 2x മൈനസ് 2y അപ്പുറത്ത് പോകുമ്പോൾ പ്ലസ് 2y. നോക്കിയേ, ആംഗിൾ O = 2 × x + y. ഇനി നിങ്ങൾ ഫിഗറിലേക്ക് നോക്കുക. x + y എന്ന് പറഞ്ഞാൽ ഏത് ആംഗിളാ? എക്സും വൈയും കൂടെ ചേരുമ്പോൾ ഈ ആംഗിളാ. ഏത് ആംഗിളാ? സി. അപ്പൊ നമുക്ക് എഴുതാം ആംഗിൾ O = 2 × ആംഗിൾ സി. ഇപ്പൊ നമുക്ക് തെളിയിച്ചു സെൻട്രൽ ആംഗിൾ ഓഫ് ആൻ ആർക്ക് ഈസ് ഡബിൾ ദാൻ ആംഗിൾ ഇൻ ദ ഓപ്പോസിറ്റ് ആർക്ക്. രണ്ട് നിയമങ്ങൾ പഠിച്ചു എന്ന് വിശ്വസിക്കുന്നു. ഒന്നും കൂടി വീഡിയോ കണ്ട് ശ്രദ്ധിച്ച് പഠിക്കുക. ഓക്കെ.